ഈ പനി വന്ന പിന്നെ ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ള. സെയിലിന് എന്ന് ആരും വാതിൽ പോലും തുറക്കത്തില്ല. അതുകൊണ്ടിപ്പോ പരിചയക്കാരോടൊക്കെ പറഞ്ഞു നോക്കാം, കച്ചവടം നടന്നില്ലെങ്കിൽ ശമ്പളം കിട്ടും. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊന്ന് വീട്ടിലോട്ട് വന്നോട്ടെ, ഡെമോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അഞ്ജന? വെളിയിൽ പോയിരിക്കുകയാണല്ലോ. ആരാ? എന്റെ പേര് അരവിന്ദ്. ഒരു പ്രോഡക്റ്റ് ഡെമോ കാണിക്കാനായിരുന്നു, എന്നോട് വരാൻ പറഞ്ഞിരുന്നു. ഓ, ഒന്നും പറഞ്ഞില്ലല്ലോ. കുറച്ചു മുമ്പാ ഇറങ്ങിയത്. എപ്പോഴാ വരികയെന്നറിയില്ല. ഞാൻ മാഡത്തിനെ കുറിച്ച് പ്രോഡക്ട്സിന് ഡെമോ കാണിക്കട്ടെ. ഹോം യൂസ് പ്രോഡക്ട്സ് ആണ്, ഇഷ്ടപ്പെട്ട വാങ്ങിയാൽ മതി. ഓക്കെ. വൺ മിനിറ്റ്. ഹലോ, ഇപ്പൊ ടിവിയിൽ ക്രിക്കറ്റ് ഉണ്ടല്ലോ, കാണുന്നില്ലേ? ടി വി കാണണ്ടെന്ന് പറഞ്ഞേക്കുവാ. അതെന്താ? എക്സാമിന്റെ മാർക്ക് കുറഞ്ഞോണ്ട്. മാത്സ് പൊട്ടി. ഓഹോ. ആ നോട്ട് പാഡൊക്കെ എന്തിനുള്ള? ഇത് കസ്റ്റമേഴ്സിന് കോംപ്ലിമെന്റ് ആയി കൊടുക്കാൻ വെച്ചിരിക്കുന്നു. എന്താ വേണം? എത്ര എണ്ണം? അത് മുഴുവനും. അത്ര എന്തിനാ? അതൊക്കെ ഒരു സൂത്രമുണ്ട്. അമ്മയോടെ പറയോ? അമ്മയോട് പറഞ്ഞപ്പോ എന്ത് ചെയ്യും? അതൊക്കെ ഭയങ്കര പ്രശ്നാ. ദേ അമ്മ പറഞ്ഞുണ്ട്. അയ്യോ, മാഡമാണോ എഴുത്തുകാരി ശ്രീദേവി മേനോൻ? വേനലറുതിയും വിരൽപ്പാടും ഒക്കെ എഴുതി. അതെ. അയ്യോ, ഞാൻ മാഡത്തിന് വലിയൊരു ഫാനാ. ഞാൻ 2 ബുക്കും വായിച്ചിട്ടുണ്ട്. മാഡം ഇപ്പൊ എഴുതാത്ത? അത് ഓരോ തിരക്കുകള്, കുടുംബവും കുട്ടികളും ഒക്കെ ആയി കഴിയുമ്പോ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണ്ടേ. പിന്നെ രണ്ടാമത്തെ ബുക്ക് അത്ര സക്സസ് ഒന്നും അല്ലല്ലോ. അതി പിന്നെ എഴുതാനൊരു പേടി. രണ്ടാമത്തെ ബുക്കാണ് മാഡത്തിന്റെ മാസ്റ്റർ പീസ്. വേനലറുതിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്കിഷ്ടം വെള്ളപ്പാടുകൾ. ആ നോവൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് എനിക്കറിയാം. ആണോ? അതേന്ന്, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പോലും മാഡത്തിന്റെ അടുത്ത ബുക്ക് ഇറങ്ങാൻ കാത്തിരിക്കും. അപ്പൊ പിന്നെ നല്ല വായനക്കാരുടെ കാര്യം പറയണ്ടല്ലോ. വീട്ടു ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എഴുതാതിരിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. ചില വിഷയങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ആലോചിച്ച പോരാ മാഡം, എന്തായാലും എഴുതണം. മാഡത്തിനൊരു 1/4 ഭാഗം കഴിവുണ്ടായിരുന്നു, ഞാനിപ്പോ ഒരു 10 നോവൽ എഴുതി. സോറി, ചിലപ്പോ ഞാൻ ഇത്തിരി ഓവറായിട്ട് സംസാരിച്ചു. മാഡത്തിന് നേരിട്ട് കണ്ടതിന് സന്തോഷം കൊണ്ടാ. ഏതായാലും അടുത്ത വർക്കിന് അഡ്വാൻസ് ആയിട്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വരട്ടെ. നല്ല ആളാ, എന്നോട് വരാൻ പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ മുങ്ങിയല്ലേ? സോറി, ആരാണ് മനസ്സിലായില്ല. അറിയില്ല വിനോദ്, പക്ഷെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. ശരിക്കും ഓർമ്മ വരുന്നില്ല. ഓ, ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഡോർ ടു ഡോർ സെയിലിന്റെ പരിപാടിയാണ്. മാഡം മറന്നിട്ടുണ്ടോ? ശരി, ഞാനിവിടെ ഒരു സെയിലിനായിട്ട് വന്നാ ഇറക്കിക്കോട്ടെ.